തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരുന്ന് മോഷണം പോയതിൽ ജീവനക്കാർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ച. മാനസിക പ്രശ്നങ്ങൾക്കും അപസ്മാരത്തിനും നൽകുന്ന മരുന്നുകളാണ് കാണാതായത്. സ്റ്റോർ റൂം കുത്തിത്തുറന്നാണ് മരുന്നുകൾ മോഷ്ടിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം പോലീസുമായി സഹകരിക്കാതെ അന്വേഷണത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ് ആശുപത്രി അധികൃതർ. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും നാർക്കോട്ടിക് പരിധിയിൽ വരുന്ന മരുന്നുകൾ മോഷണം പോയത്. ഡബിൾ ലോക്കറിലടക്കം അതീവ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ അലംഭാവത്തെ തുടർന്ന് കളവ് പോയത്. മാനസികാരോഗ്യം, അപസ്മാരം എന്നിവയ്ക്ക് നൽകുന്ന മരുന്നുകളാണ് 14-ാം വാർഡിൽ നിന്നും നഷ്ടമായതെന്ന് വിവരം. ഫാർമസിയിൽ നിന്നും നൽകിയ 7 ഇഞ്ചക്ഷൻ ടൈപ്പ് മരുന്നുകളാണ് ഇതിൽ പെടുന്നത്. നാർക്കോട്ടിക് വിഭാഗത്തിൽ പെടുന്നവയായതിനാൽ ഈ മരുന്നുകൾ ഉപയോഗിച്ചാൽ ഗുരുതര പ്രത്യാഘാതങ്ങളും ഉണ്ടാകും. എന്നാൽ സംഭവത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ടും മൊഴി നൽകാൻ ആശുപത്രി ജീവനക്കാർ തയ്യാറായിട്ടില്ല. അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണത്തിൽ പുരോഗതിയുണ്ടാവൂ. എന്നാൽ പരാതി നൽകിയിട്ടും അന്വേഷണവുമായി സഹകരിക്കാതെ മാറി നിൽക്കുകയാണ് ജീവനക്കാരും ആശുപത്രി അധികൃതരും. കൂടാതെ ആശുപത്രിയിൽ CCTV ഇല്ലാത്തതും പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട്. ചികിത്സാ പിഴവും ചികിത്സാ നിഷേധവും അടക്കമുള്ള വീഴ്ചകൾക്ക് പിന്നാലെയാണ് മരുന്നുമോഷണ വിവാദവും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.